വിജയൻ സർക്കാർ 10ാം വർഷത്തിലേക്ക്. രണ്ടാം പിണറായി സർക്കാരിന്റെ 5ാം വർഷത്തിലേക്കുള്ള യാത്ര കേക്ക് മുറിച്ചാണ് മുഖ്യമന്ത്രി ആഘോഷിച്ചത്. 4ാം വാർഷികമായ ദിനത്തിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കേക്ക് മുറിച്ച് ചെറിയൊരു ആഘോഷം. ഒരു ഘടകകക്ഷി മന്ത്രിയൊഴികെ എല്ലാവരും ചേർന്നു. മന്ത്രിമാരായ റോഷി അഗസ്റ്റിൻ, KB ഗണേഷ് കുമാർ, K കൃഷ്ണൻകുട്ടി, K രാജൻ, കടകംപള്ളി രാമചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. എറണാകുളം ജില്ലക്കാരനായ മന്ത്രി P രാജീവും കേക്ക് മുറിക്കാനെത്തി. വനമന്ത്രി AK ശശീന്ദ്രൻ ചടങ്ങിൽ ഉണ്ടായിരുന്നില്ല. വനം വകുപ്പിനെതിരെ CPM നിരന്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കുമ്പോഴാണ് ഈ കുറവ് വരുന്നത്. ഇതോടെ വനം മന്ത്രിയെ ഉടൻ മാറ്റുമോ എന്ന സംശയവും ഉയരുന്നുണ്ട്. മന്ത്രി അബ്ദുറഹ്മാനെയും പങ്കെടുപ്പിച്ചിട്ടില്ല. അബ്ദുറഹ്മാൻ സ്വതന്ത്ര MLA ആണ്. എന്നാൽ ശശീന്ദ്രന്റെ കാര്യം അങ്ങനെയല്ലല്ലോ. ഘടകകക്ഷി മന്ത്രിയാണ്. എന്നിട്ടും ശശീന്ദ്രൻ കേക്ക് മുറിക്കാൻ എത്തിയിട്ടില്ല. മന്ത്രി ശശീന്ദ്രൻ എറണാകുളത്ത് ഉണ്ടെന്നാണ് മറ്റൊരു വിവരം. മെസ്സിയും അർജന്റീനിയൻ ഫുട്ബോൾ ടീമും കേരളത്തിൽ കളിക്കാൻ എത്തുമോ എന്ന വിവാദവും ശക്തമാണ്. ഇതിനിടയിലുള്ള കായിക മന്ത്രിയുടെ അസാന്നിധ്യവും ശ്രദ്ധേയമാണ്. 2021 മെയ് 20-നാണ് സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി തുടർഭരണം നേടി മുഖ്യമന്ത്രി പിണറായി വിജയൻ 2ാം വട്ടവും സത്യപ്രതിജ്ഞ ചെയ്തത്. മുഖ്യമന്ത്രി കസേരയിൽ പിണറായി വിജയൻ 10ാം വർഷത്തിലേക്ക് കടക്കുമെന്ന പ്രത്യേകതയും ഈ മെയ് 20-നുണ്ട്. അടുത്ത മെയ്യിൽ മുഖ്യമന്ത്രിയായി ആര് സത്യപ്രതിജ്ഞ ചെയ്യും എന്നൊരു സസ്പെൻസ് കൂടി ഈ ഒരു ചടങ്ങിൽ ഒളിപ്പിച്ചു കിടക്കുന്നുണ്ട്. അതേസമയം കൊടും കാര്യസ്ഥതയും ധൂർത്തും നിഷ്ക്രിയത്വവും ആരോപിച്ച് വാർഷികാഘോഷ ദിനം കരിദിനമായി ആചരിക്കുകയാണ് പ്രതിപക്ഷം. നാടിനെ നടുക്കിയ വയനാട് ദുരന്തവും പുനരധിവാസവും, നിരവധി പേരുടെ ജീവനെടുത്ത വന്യമൃഗ ആക്രമണങ്ങൾ, ആരോഗ്യ മേഖലയിലെ വീഴ്ചകൾ, ഏറെ ആരോപണങ്ങൾക്കും വഴിവെച്ച ADM നവീൻ ബാബുവിന്റെ മരണം, മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള കേസ്, തുച്ഛമായ വേതന വർധനവിന് എതിരെയുള്ള ആശാ വർക്കർമാരുടെ സമരം തുടങ്ങിയ നിരവധി വിവാദങ്ങളുണ്ട്. പോലീസ് അനാസ്ഥയുടെ ക്രൂരതകളും തുടരുന്നുണ്ട്. വിഴിഞ്ഞം തുറമുഖം ദേശീയപാത നിർമ്മാണവും വമ്പൻ പ്രതീക്ഷയായി സർക്കാർ ഉയർത്തിക്കാട്ടുന്ന കൊച്ചി ബംഗളൂരു വ്യവസായിക ഇടനാഴി, തീരദേശം, മലയോര പാതകൾ ഉൾപ്പെടെ ഉയർത്തിക്കാട്ടുകയാണ് പിണറായി ആഘോഷവേളയിൽ. തൃശൂർ പൂരം കലക്കലും PV അൻവർ ഉയർത്തിയ ആരോപണ പെരുമഴയും PP ദിവ്യ വിവാദവുമെല്ലാം സർക്കാരിന് പ്രതിസന്ധിയാണ്. വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടി പിണറായി എന്ന ക്യാപ്റ്റന്റെ തോളിലേറി തന്നെയായിരിക്കും 3ാം ഊഴത്തിലുള്ള പോരാട്ടത്തിൽ CPM രംഗത്തിറങ്ങുന്നത്. അതേസമയം വികസന മുരടിപ്പും സർക്കാരിന്റെ ധൂർത്തും ഉയർത്തിക്കാട്ടിയാണ് വാർഷികാഘോഷങ്ങൾ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം കരിദിനം ആചരിക്കുന്നത്. ആശാ വർക്കർമാർക്ക് കൊടുക്കാൻ കാശില്ലാത്ത സർക്കാരാണ് വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി കോടികൾ ധൂർത്തടിച്ച് നടക്കുന്നത്. പ്രതിപക്ഷത്തിന്റെ ആരോപണമാണിത്. 2016 മുതൽ LDF സർക്കാർ നടപ്പാക്കിയ സമഗ്രവും സർവതല സ്പർശിയുമായ വികസന മാതൃകയെ പൂർവാധികം കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് 10ാം വർഷം എന്നാണ് CPM പറയുന്നത്. 3ാം തുടർ ഭരണത്തിലേക്കുള്ള കാൽവെപ്പും കൂടിയാണ് ഈ ഒരു വികസന വർഷം. വീട്ടമ്മമാർക്ക് പെൻഷൻ നൽകുന്നതടക്കം ക്ഷേമ മേഖലയിലും വിഴിഞ്ഞം തുറമുഖവും ദേശീയപാതയും യാഥാർത്ഥ്യമായതോടെ പുതിയ വ്യവസായ ഇടനാഴികൾ ഉൾപ്പെടെ വൈവിധ്യമാർന്ന പദ്ധതികളുമായിട്ടാണ് വികസന രംഗം കുതിച്ചുയരുന്നത്. പ്രകടന പത്രികയിലെ വാഗ്ദാനം നിറവേറ്റുക മാത്രമല്ല, നാടിന്റെ ഭാവി പരിഗണിച്ച് പുതിയ പദ്ധതികൾ ഏറ്റെടുക്കുക കൂടിയാണ് ചെയ്യുന്നത്. കേരളം പിന്നിലാണെന്ന് വരുത്തി തീർക്കാൻ പരിശ്രമിക്കുന്നവരുടെ മുന്നിലേക്ക് തന്നെയാണ് നിരവധി ദേശീയ അന്തർദേശീയ അംഗീകാരങ്ങളുടെ വാർത്തകൾ എത്തുന്നത്. അടിസ്ഥാന മേഖലകൾ കൂടുതൽ കരുത്താർജിക്കണമെന്ന കാഴ്ചപ്പാടോടെയാണ് ഓരോ പദ്ധതിയും നടപ്പാക്കുന്നത്. കേരള പിറവി ദിനത്തിൽ അതിദാരിദ്ര്യം ഇല്ലാത്ത കേരളം എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിക്കാറുള്ളതുപോലെ സർക്കാരും ജനങ്ങളും പരസ്പരം കൈകോർത്തു നിൽക്കുന്നതും വർഗീയതയും വിഭാഗീയതയും കീഴ്പ്പെടുത്താൻ വരുമ്പോൾ മാനവികത ഉയർത്തിപ്പിടിക്കാനുമായ മാതൃകയാണ് കേരളത്തിന്റെ പ്രത്യേകത. ഇത് തുടരണം എന്ന ജനകീയ ഇച്ഛ കേരളത്തിൽ മുഴങ്ങുന്നുവെന്ന് CPM പറഞ്ഞു വെക്കുകയാണ്. അതേസമയം വാർത്താസമ്മേളനത്തിൽ പങ്കെടുക്കവേ 9 വർഷത്തെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ.
വികസനത്തിന്റെ സാമൂഹിക പുരോഗതിയുടെയും 9 വർഷമാണ് കടന്നുപോയതെന്ന് മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. LDF സർക്കാരിന്റെ ലക്ഷ്യം വികസനമാണ്. ഇടത് സർക്കാർ നടപ്പാക്കിയത് നവകേരളത്തിലേക്കുള്ള നയമാണ്. സാമ്പത്തിക രംഗത്ത് കേന്ദ്രം ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ സംസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിച്ചു. അർഹമായ പലതും തടഞ്ഞുവെച്ച് സംസ്ഥാനത്തെ കേന്ദ്രം ഞെരുക്കുകയാണ്. ഈ പ്രതിസന്ധിയെയും കേരളം മറികടക്കും. ലോക ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയ വിഴിഞ്ഞം തുറമുഖം പദ്ധതി നടപ്പാക്കിയത് വലിയ നേട്ടമായി മാറി. ദേശീയപാത വികസനം നടപ്പാക്കിയത് LDFന്റെ ഇച്ഛാശക്തിയുടെ ഫലമായാണ്. വെള്ളിയാഴ്ച സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനം ചെയ്യുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കോവിഡ് പ്രതിസന്ധികളെയും സാമ്പത്തിക രംഗത്തെ കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ സൃഷ്ടിക്കുന്ന ബുദ്ധിമുട്ടും അതിജീവിച്ചാണ് കേരളം മുമ്പോട്ടു പോകുന്നത്. മാറ്റങ്ങൾ പ്രകടമാണ്. അത് നാട്ടിലെ ജനങ്ങൾ അവരവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നുമുണ്ട്.